ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? നമുക്ക് ചെറിയൊരു സ്റ്റോറിയിലൂടെ തുടങ്ങാം അല്ലെ. ഒരു ഗ്രാമത്തിലെ അച്ഛനും അമ്മയും മകനും ഒക്കെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അച്ഛനും അമ്മക്കൊക്കെ വാർദ്ധക്യം വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അച്ഛൻ അവിടെ ഒരു അസുഖം വരുന്നത്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. മകന് ചെറിയൊരു തൊഴിലായതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഹോസ്പിറ്റലില് ഫീസ് ഒന്നും അടക്കാൻ കഴിവുണ്ടായിരുന്നില്ല. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന അമ്മയോട് ഒരാൾ വന്ന് പറയാണ്, ഈ അടുത്തൊരു സ്ഥലത്ത് ഓട്ട മത്സരം നടക്കുന്നുണ്ട്, അതിന് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 രൂപ കിട്ടുമെന്ന് പറയാണ്. അമ്മ ഒന്നും തന്നെ നോക്കിയില്ല, ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ പോയ സമയത്ത് ആരും തന്നെ സമ്മതിച്ചില്ല. അതിനാവശ്യമായിട്ടുള്ള വസ്ത്രമോ ഷൂസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് മാത്രല്ല വാർദ്ധക്യം പിടിച്ച ഒരാളായിരുന്നു. അങ്ങനെ അവർ കുറെ സമയത്തിന് ശേഷം എന്ത് ചെയ്യാണ്, അതിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെ ചുട്ടുപഴുത്ത ആ റോഡിലൂടെ അവർ ഓടുകയാണ്. അവരുടെ മനസ്സിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ഇതിന് വിജയിച്ചിട്ട് വേണം ആ പണം കൊണ്ട് എന്റെ ഹസ്ബൻഡിന്റെ അസുഖത്തെ മാറ്റാൻ, എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുക്കാൻ എന്നായിരുന്നു. അങ്ങനെ അവർ ഓടി, അവര് വിജയിച്ചു. ആ പണം കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു മത്സരത്തിലും പങ്കെടുക്കുകയാണ്. അതും ഓട്ട മത്സരം തന്നെയായിരുന്നു. അതിനാവശ്യമായിട്ടുള്ള ഡ്രസ്സുകളോ ഷൂസോ ഒന്നും ഇല്ലാതെ സാരി എടുത്ത് ഈ വാർദ്ധക്യത്തിലും അവർ ഓടുകയാണ്. അവരുടെ മനസ്സിൽ എന്തായിരിക്കും അല്ലെ, എനിക്കിതിൽ വിജയിച്ചേ പറ്റുള്ളൂ, വിജയിച്ചെങ്കിൽ മാത്രമേ എനിക്ക് പണം ഉണ്ടാവുള്ളൂ, പണം ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ ഹസ്ബൻഡിന് എനിക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എന്നുള്ളത്. അങ്ങനെ അവരുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിലെ നായികയും ഇവർ തന്നെയാണ്. ശരിക്കും യഥാർത്ഥമായ പച്ചയായ ജീവിതത്തെയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. എന്റെ മുന്നിലിരിക്കുന്ന പലർക്കും പല പ്രോബ്ലംസുകളുണ്ട്. അവർ ജോലിക്കാരാണ്, അല്ലെങ്കിൽ വീട്ടില് കുട്ടികളുണ്ട്, അല്ലെങ്കിൽ കുറെ ജോലികളുണ്ട് അല്ലെ. വീഡിയോ ഇറങ്ങിയാൽ പോലും അത് മുഴുവനായിട്ടും കാണാനോ അതിനുള്ള മനസ്സോ നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. നമ്മളുടെ സാഹചര്യം വളരെ മോശമാണെന്നുണ്ടെങ്കിലും ആ ജോലിയെ നമ്മൾ അത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയേ പറ്റുള്ളൂ, എന്ത് വന്നാലും വേണ്ടില്ല, ഞാൻ അത് നേടും. എന്റെ ഇന്നത്തെ സാഹചര്യം മാറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. എനിക്ക് ചിലപ്പോൾ ഉറപ്പ് വയ്ക്കേണ്ടി വരും, ചിലപ്പോൾ എന്റെ ജോലികൾ അവിടെ കടക്കേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ പ്രാധാന്യം ഈ ക്ലാസ്സിൽ ഞാൻ കൊടുക്കേണ്ടി വരും. എങ്കിലും എനിക്ക് മാറണം, എനിക്ക് മാറിയേ പറ്റൂ. എന്താ, എന്റെ ചുറ്റുപാട് മാറുന്നുണ്ടല്ലോ, എന്റെ ചുറ്റുപാടുള്ള ആളുകൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് എനിക്ക് മാത്രം കഴിയുന്നില്ല? അതിനിങ്ങനെയാണ്. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഡ്രസ്സോ ഷൂനോ നിങ്ങൾ എന്ത് ചെയ്യണ്ട, കാത്തിരിക്കണ്ട. നിങ്ങൾ അതിനായിട്ടുള്ള സമയത്ത് നിങ്ങൾ കാത്തിരിക്കേണ്ട. നിങ്ങളുടെ ലക്ഷ്യമാണ് നമുക്ക് വലുത്. നമ്മളെ ഉള്ളിൽ എന്താണോ ലക്ഷ്യം അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, വേറെ ഒന്നും നമ്മുടെ പ്രശ്നങ്ങളല്ല. അപ്പൊ എല്ലാവർക്കും ഈ നല്ലൊരു സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ആദ്യത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവാട്ടോ. 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാവ് ഏത് ചുണ്ടനാണ്? 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ നേതാവ് ഏത് ചുണ്ടനാണ്? വിയ്യപുരം ചുണ്ടൻ. ഏതാണ്? വിയ്യപുരം ചുണ്ടൻ. ഇതേപോലത്തെ ഇതിന്റെ അതേ മാതൃകയില് വേറൊരു സ്ഥലത്ത് വള്ളംകളി നടക്കുന്നുണ്ട്. അതെവിടെയെന്നറിയോ? കാശ്മീരിലാണ്. ഇവിടെ ചുണ്ടൻ വള്ളങ്ങളാണ് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വള്ളങ്ങളുടെ പേര് ഷിക്കാര എന്നാണ്. എന്താണ്? ഷിക്കാര എന്നാണ്. ഏത് തടാകത്തിൽ വെച്ചിട്ടാണ്? ദാൽ തടാകത്തിൽ വെച്ചിട്ടാണ്. ഏത് തടാകത്തിൽ വെച്ചിട്ടാണ്? ദാൽ തടാകത്തിൽ വെച്ചിട്ടാണ്. ഓക്കെ. അപ്പോ ഈ വിയ്യപുരം ചുണ്ടനില് ഇരുന്ന ആളുകളെ, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത ഏത് ക്ലബ്ബാണെന്ന് അറിയണ്ടേ? ആ ക്ലബിന്റെ പേരാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിയാണ് വിയ്യപുരം ചുണ്ടൻ തുഴഞ്ഞത്. അപ്പൊ ഓരോ വർഷവും ഓരോ ചുണ്ടൻ തുഴയാൻ എന്തുണ്ടാവും? ഒരു ക്ലബ്ബുകൾ ഉണ്ടായിരിക്കും. ഇവിടെ ആദ്യം നേടിയ വിയ്യപുരം ചുണ്ടനിൽ തുഴഞ്ഞത് ആരാണ്? വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിയാണ്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിയാണ് വിയ്യപുരം ചുണ്ടൻ തുഴഞ്ഞിട്ടുള്ളത്. എന്നാൽ രണ്ടാം സ്ഥാനം ആർക്കായിരിക്കും? രണ്ടാം സ്ഥാനം നടുഭാഗം ചുണ്ടനാണ്. എന്താണ്? ആദ്യത്തെ വിയ്യപുരം വിജയിച്ചു നിൽക്കുകയാണ്. രണ്ടാം സ്ഥാനം ഇതാണ് നടുഭാഗം ചുണ്ടന്. മൂന്നാം സ്ഥാനം ആർക്കാണ്? മേൽപ്പാടം ചുണ്ടന്. ഇതാണ് മേൽപ്പാടം ചുണ്ടന്. അപ്പൊ 1, 2, 3 ഇതിനെ മറിച്ചിട്ട് 3 മുകളിലെത്തിയാലോ? മേൽപ്പാടം ചുണ്ടന്. ആർക്കാണ്? മേൽപ്പാടം ചുണ്ടന്. 1952ലാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിക്കുന്നത്. എന്നാൽ 1969ലാണ് ഇതിന്റെ പേര് ശരിക്കും നെഹ്റു ട്രോഫി വള്ളംകളി ആയത്. അപ്പോൾ ആദ്യത്തെ പേരെന്തായിരുന്നു? പ്രൈം മിനിസ്റ്റർ വള്ളംകളി എന്നായിരുന്നു. ഇതിനെ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ ചിഹ്നമാണ്, ഈ വർഷത്തെ ചിഹ്നമാണ് കാത്തു. ഈ വർഷത്തെ ചിഹ്നം എന്താണ്? കാത്തു എന്നാണ്. ഇനി നമുക്ക് കുറച്ച് വള്ളംകളിയും കൂടി നോക്കാം. ഇന്ദിരാഗാന്ധി വള്ളംകളി. എന്താണ്? ഇന്ദിരാഗാന്ധി വള്ളംകളി. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി വളരെ തിരക്ക് പിടിച്ച ആളല്ലേ. അതുകൊണ്ട് അവർക്ക് ഹെലികോപ്റ്ററിലൊക്കെ വന്ന് ഇറങ്ങേണ്ടി വരൂലേ വള്ളംകളിയൊക്കെ കാണാൻ. അതിന് സൗകര്യം ഒരുക്കിയിട്ട് കൊച്ചി കായലിലാണ് ഈ വള്ളംകളി നടത്തിയിട്ടുള്ളത്. കോടാണ് കേട്ടോ. അപ്പൊ ഇന്ദിരാഗാന്ധി വള്ളംകളി നടന്നിട്ടുള്ളത് എവിടെയാണ്? കൊച്ചി കായലിലാണ്. എവിടെയായിരുന്നു? കൊച്ചി കായലിലായിരുന്നു. എന്നാൽ അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് വെള്ളായണി കായലിലാണ്. ഇതെങ്ങനെ കണക്ട് ചെയ്യാം? അയ്യങ്കാളി എന്ന് പറയപ്പെടുന്നത് അധസ്ഥിതരുടെ പടത്തലവൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് താഴ്ന്ന ജാതിക്കാരുടെ പടത്തലവൻ. ഇദ്ദേഹത്തെയാണല്ലോ കേരളത്തിലെ മഹാത്മാ എന്ന് വിളിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ മഹാത്മാ ആരാണ്? അയ്യങ്കാളിയാണ്. 1904 പഞ്ചമി എന്ന കുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചതിനെ തുടർന്നിട്ട് അവർ
ഒന്ന് ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഈ കുട്ടിയെ ഇവിടെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ സ്കൂൾ അടച്ചു പൂട്ടിയ സമയത്ത് അയ്യങ്കാളി പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങളെ കുട്ടികളെ നിങ്ങൾ ഇവിടെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ കാണായ പാടങ്ങളിലൊക്കെ പുല്ല് മുളക്കും, നെല്ലല്ല മുളക്കുക പുല്ലാണ് മുളക്കുക എന്നുള്ളത്. അത്രയും ധീരനായിട്ടുള്ള വ്യക്തി, അധസ്ഥിതർക്കും പുലയ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തി. അവർക്കൊക്കെ നല്ല മനുഷ്യന്മാർക്ക് നമ്മൾ എന്ത് നിറ കൊടുക്കുക? വെള്ള നിറല്ലേ? സമാധാനത്തിന് നമ്മൾ വെള്ള നിറല്ലേ എടുക്കുക. അപ്പൊ അയ്യങ്കാളി വെള്ളംകളി വെള്ളായനിക്കായൽ. എന്താണ് വെള്ളായനിക്കായൽ? ഇനിയാണ് പ്രസിഡൻസി വെള്ളംകളി. പ്രസിഡന്റ്, ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാ? പ്രഥമ പൗരനാണ്. ആദ്യത്തെ പൗരനാണ്, പ്രഥമ പൗരനാണ് ആര്? നമ്മുടെ രാഷ്ട്രപതി, അതായത് നമ്മുടെ പ്രസിഡന്റ്. അപ്പൊ പ്രഥമ എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ഈ ഒന്ന് പോലത്തെ മറ്റൊരു സംഖ്യയാണല്ലോ 8. 8 എന്ന് പറഞ്ഞാൽ അഷ്ടം, അല്ലെ? 8 എന്ന് പറഞ്ഞാൽ അഷ്ടം. അപ്പൊ പ്രസിഡൻസി ട്രോഫി വള്ളംകളി എവിടെ നടക്കുന്നത്? അഷ്ടമുടിക്കായൽ. എവിടെയാണ്? അഷ്ടമുടിക്കായൽ. എവിടെയാണ്? അഷ്ടമുടിക്കായൽ. ഇനി മദർ തെരേസ വള്ളംകളി. മദർ എന്റെ ഓപ്പോസിറ്റ് എന്താ? അച്ഛനല്ലേ? അച്ഛനല്ലേ? അപ്പൊ മദർ തെരേസ വെള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാറിലാണ്. എവിടെയാണ്? അച്ഛൻ കോവിലാറിലാണ്. രാജീവ് ഗാന്ധി വെള്ളംകളി. ആരാണ്? രാജീവ് ഗാന്ധി വെള്ളംകളി. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയൊക്കെ ആയ സമയത്ത് മക്കളൊക്കെ ഒരു പുളിമ കയറിയെന്ന് വെച്ചാൽ മതി. നമ്മളെ അച്ഛനമ്മയൊക്കെ പ്രസിഡന്റ് ആണെന്നൊക്കെ ഉണ്ടെങ്കിലേ പ്രധാനമന്ത്രി നമ്മൾ ആരാ? ഓ അല്ലേ, നമ്മള് പുളിമ കയറും അല്ലെ? ആ പുളിങ്കുന്നത്ത് കാവ് വെള്ളംകളി. എന്താണ്? പുളിങ്കുന്നത്ത് കാവ്. എവിടെ? പുളിങ്കുന്നത്ത് കാവ് കായലിലാണ് കേട്ടോ. പുളിങ്കുന്നത്ത് കാവിലാണ്. അപ്പൊ രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്ന എവിടെയാണ്? പുളിങ്കുന്നത്ത് കാവിലാണ്. അടുത്തത് പൊന്നാനി വള്ളംകളി. എവിടെയാണ്? പൊന്നാനി വള്ളംകളി. ഏത് കായല? ബിയ്യം കായലില്. പൊന്നാനി എന്നൊക്കെ പറയുമ്പോ പൊന്നാനിയിലേക്ക് മതം മാറാൻ പോവുക അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെ? അങ്ങനെ കേൾക്കാറുണ്ട്. അവര് മുസ്ലിം പേരിനായിട്ട് ബന്ധമുണ്ട് അല്ലെ? അപ്പൊ നമ്മള് മുസ്ലിം പെൺകുട്ടികളെ വിയാത്തുമാന്റെ വിയാത്തോ എന്നൊക്കെ വിളിക്കുക. അപ്പൊ ബിയ്യം കായലില്. പൊന്നാനി വള്ളംകളി നടക്കുന്ന എവിടെയാണ്? ബിയ്യം കായലിലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം. വയോജന കമ്മീഷൻ, പ്രായമായ ആളുകൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ രൂപീകരിക്കുക. അവരുടെ പുനരധിവാസത്തിനും അവർക്കുള്ള സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ. എന്തിനാ കമ്മീഷന്? അവരുടെ അധികാരങ്ങൾ അതിക്രമിച്ചുകൊണ്ട് മക്കളോ മറ്റുള്ള ആളുകളൊക്കെ അവർക്കെതിരെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കുക, അതിനുള്ള നടപടി എടുക്കുക. ഇതിനൊക്കെയാണ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? എല്ലാ അതിനും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ ഉണ്ട്, പിന്നെ താഴ്ന്ന ജാതിക്കാർക്കുള്ള വർഗങ്ങൾക്ക്, പട്ടികജാതി പട്ടികവർഗങ്ങൾക്കുള്ള കമ്മീഷൻ ഉണ്ട്. അതൊക്കെ എന്താണ്? അവർക്കെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കെ അല്ലെങ്കിൽ അവർക്ക് താമസ സൗകര്യം നൽകാതിരിക്കെ അങ്ങനെ എന്തെങ്കിലും അവർക്കെതിരെ പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെതിരെ അന്വേഷണം നടത്തുക. എന്തുകൊണ്ട് എന്നുള്ള അന്വേഷണം നടത്തുന്നു. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ നമ്മൾ എന്തൊക്കെ കൊണ്ടുവരണം? അവരെ സംരക്ഷിക്കാൻ എന്തൊക്കെയാണ് ഉപദേശിക്കേണ്ടത്? ഇതൊക്കെ അന്വേഷിക്കാനുള്ള ഒരു കമ്മീഷനാണിത്, വയോജന കമ്മീഷൻ. അതാണ് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ കൊണ്ടുവന്നാലാണ് നമ്മുടെ കേരളം. കേരളം എല്ലാത്തിനും മുൻപന്തിയിലാണ്. ഈ വയസ്സ് എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് കേട്ടോ. അതാണ് 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് വയോജനങ്ങൾ എന്നറിയപ്പെടുന്നത്. ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം തുടങ്ങിയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സുരക്ഷിതത്വം ഉറപ്പാക്കി അവരുടെ ഉൽപാദനക്ഷമത, മൗലികവും നൂതനവുമായ ആശയങ്ങൾ, മറ്റു സർഗാത്മക കഴിവുകൾ എന്നിവ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് ഉപയോഗിക്കുക എന്നതാണ് കമ്മീഷന്റെ പ്രഥമ ലക്ഷ്യം. ഇതിൽ എത്ര ആളുകൾ എന്ന് വെച്ചാൽ 5 ആളുകളാണുള്ളത്. ഗവൺമെന്റ് സെക്രട്ടറി പദവിയിലുള്ള ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. ഇവിടെ കാലാവധി 3 വർഷമാണ്. ഇവിടെ കാലാവധി എത്രയാണ്? 3 വർഷമാണ് കേട്ടോ. ഈ ലോക വയോജന ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 1. ലോക വയോജന ദിനമായിട്ട് ആചരിക്കുന്നതാണ് ഒക്ടോബർ 1. വയോജനങ്ങള് ഒറ്റക്കല്ലേ, അല്ലെ? അവരെ വീട്ടിലൊക്കെ ഒറ്റക്കാക്കിയിട്ടല്ലേ പോവാ. അതുകൊണ്ടല്ലേ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് അല്ലെ? ഒറ്റക്ക് ഒക്ടോബർ. ഒരു വടി കുത്തുമല്ലോ, 1 വടി 1. അപ്പൊ ഒക്ടോബർ 1. 1991 തൊട്ടാണ് കേട്ടോ ഇത് ആചരിക്കാൻ വേണ്ടി തുടങ്ങിയത്. ലോക വയോജന ദിനം ആചരിച്ചു തുടങ്ങിയത് 1991 തൊട്ടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആരാണ്? 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആരാണ്? മനു ഭാക്കർ. ആരാണ്? മനു ഭാക്കർ. നമ്മുടെ മഹാരാഷ്ട്രക്കാരിയായിട്ടുള്ള മനു ഭാക്കർ ആണ്. മനു ഭാക്കർ ഏത് വർഷം ജനിച്ചത്? 2002 ആര്? മനു ഭാക്കർ ജനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, മനു ഭാക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2024 ഒളിമ്പിക്സിലേക്ക് പോകണം. 2024 ഒളിമ്പിക്സിൽ ഒറ്റ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയ ആദ്യ വ്യക്തിയാണ് മനു ഭാക്കർ. 2 മെഡൽ നേടിയ ആദ്യ വ്യക്തിയാണ് മനു ഭാക്കർ. അതുമാത്രല്ല, ഒളിമ്പിക്സില് ഷൂട്ടിങ്ങില് മെഡൽ നേടുന്ന ആദ്യ വനിതയും ആരാണ്? മനു ഭാക്കറാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 2025 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്ത്? 2025 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്ത്? യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ. യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ. എന്താണ്? ഞങ്ങൾ TB അവസാനിപ്പിക്കും.
ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കും എന്നുള്ളതാണ് ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. 1882 ഡോക്ടർ റോബർട്ട് കോച്ച് ക്ഷയരോഗത്തിനു കാരണമാകുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് കണ്ടെത്തിയതിന്റെ 100ാം വാർഷികമായിട്ടുള്ള 1982 മാർച്ച് 24-നാണ് ആദ്യമായി ലോക ക്ഷയരോഗ ദിനം ആചരിച്ചത്. എന്നാണ് ആദ്യമായിട്ട് ലോക ക്ഷയരോഗ ദിനം ആചരിച്ചത്? 1982 മാർച്ച് 24-ന്. 1982 മാർച്ച് 24-ന്. 1982 മാർച്ച് 24-നാണ്. ആരുടെ സ്മരണക്ക് വേണ്ടിയിട്ടാണ്? റോബോട്ട് കോച്ച്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് എന്ന രോഗകാരി. എന്താണ്? ശൈക്കല് മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ്. എന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ്. മൈക്ക അല്ലെ? സംസാരിച്ച് ക്ഷയിച്ചു. മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് എന്ന രോഗകാരിയെ കണ്ടെത്തി. ആരാണ്? റോബർട്ട് കോച്ച്. ആരാണ്? റോബർട്ട് കോച്ച്. ഏത് വർഷത്തില്? 1882. അതിന്റെ 100ാം വർഷം എത്രയാണ്? 1982. ഇതിന്റെ സ്മരണാർത്ഥമാണ് എന്ത് ചെയ്യുന്നത്? ഇത് ആചരിക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല, നീതി ആയോഗിന്റെ ക്ഷയരോഗ നിർമ്മാർജ്ജന ലക്ഷ്യത്തിൽ 95% വിജയം കൈവരിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. നീതി ആയോഗിന്റെ ക്ഷയരോഗ നിർമ്മാർജ്ജന ലക്ഷ്യത്തിൽ 95% വിജയം കൈവരിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഗുജറാത്താണ്. ഈ ഗുജറാത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിരുന്നത്. ഗുജറാത്തിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ അതിന് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് അല്ലെ? അതുകൊണ്ട് തന്നെ ദേശാടന പക്ഷികളുടെ സെൻസസ് എടുത്ത ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അതും ഗുജറാത്താണ്. ഇനി നീതി ആയോഗിന്റെ ഭക്ഷ്യസുരക്ഷയില് ആദ്യ സ്ഥാനം ആർക്കാണ്? അതും ഗുജറാത്താണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മോദിയൊക്കെ മുഖ്യമന്ത്രി ഏതാണ്? മോദിന്റെ സംസ്ഥാനമാണ് ഏത്? ഗുജറാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ അവിടെ പെർഫെക്റ്റ് ആയിരിക്കും അല്ലെ? ആദ്യ സ്ഥാനമൊക്കെ നല്ലോണം ഇറങ്ങുണ്ടാവും. അതായിരിക്കും. നമ്മൾ ഗാന്ധി ജനിച്ചത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അതിന്റെ തലസ്ഥാനം ഏതാണ്? ഗാന്ധിനഗർ ആണ്. അത് മാത്രമല്ല നമ്മുടെ കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നഗരം അതെവിടെയാണ്? അഹമ്മദാബാദ് ആണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള നഗരമായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഗുജറാത്തിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്ത് അവാർഡ് കിട്ടിയാലും ഗുജറാത്തിനേക്കാരം എന്നുള്ളത്. എന്താണ്? എന്ത് അവാർഡ്, നല്ല അവാർഡ് കിട്ടുകയാണെങ്കിൽ എവിടേക്കാരം? അത് ഗുജറാത്തിലേക്കാരം. എന്താണ്? നമ്മളെ മോദിന്റെ നാടല്ലേ, നമ്മളെ പ്രധാനമന്ത്രിന്റെ നാടല്ലേ. വെറുതെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറയാൻ കേട്ടോ. ഓക്കെ. നീതി ആയോഗിന്റെ ക്ഷയരോഗ നിർമ്മാർജ്ജന ലക്ഷ്യത്തിൽ 95% വിജയം കൈവരിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. 2025 ആകുമ്പോഴേക്കും ക്ഷയരോഗ നിവാരണം ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് പ്രധാനമന്ത്രി ടി.ബി മുക്ത ഭാരത് അഭിയാൻ. പ്രധാനമന്ത്രി ടി.ബി മുക്ത ഭാരത് അഭിയാനാണ്. വ്യക്തികൾക്കും സംഘടനകൾക്കും രോഗികളെ ദത്തെടുക്കാൻ പ്രോത്സാഹനം നൽകുന്ന നിക്ഷയ് മിത്ര പദ്ധതി 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു. ഈ ക്ഷയരോഗമുള്ള, TB ഉള്ള, അതായത് ട്യൂബർകുലോസിസ്, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന രോഗകാരി പ്രവർത്തിക്കുന്ന ക്ഷയരോഗമുള്ളവരെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് 2022 നിക്ഷയ് മിത്ര, എന്താണ്? കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത്. നിക്ഷയ് മിത്ര. എന്താണ്? നിക്ഷയ് മിത്ര. അപ്പൊ ഓക്കെ, താങ്ക് യു. കുറച്ച് ക്വസ്റ്റ്യനുള്ളൂ, നല്ലോണം പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മളുടെ ആദ്യം പറഞ്ഞ അടുത്ത എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 20 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ എവിടെ നിന്നാണ്? കറണ്ട് അഫേഴ്സിൽ നിന്നാണ്. ഒന്നും തന്നെ വിട്ട് കളയാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, വളരെ തെരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾക്ക് തരുന്നത്. നല്ല ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ.